ജയിൽ ഡിഐജി MK വിനോദ് കുമാറിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ച വിജിലൻസ് മേധാവി. വകുപ്പുതല നടപടിക്കാണ് വിജിലൻസ് മേധാവിയുടെ ശുപാർശ. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്കുൾപ്പെടെ നിയമവിരുദ്ധ സഹായം നൽകിയെന്ന് വിജിലൻസ് കണ്ടെത്തി. ജയിൽ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥനെതിരെയാണ് വിജിലൻസിന്റെ ഗുരുതരമായ കണ്ടെത്തൽ. നിയമവിരുദ്ധമായി പരോൾ അനുവദിക്കാൻ TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി കൊടി സുനിയിൽ നിന്നുൾപ്പെടെ വിനോദ് കുമാർ പണം വാങ്ങിയെന്ന് വിജിലൻസ് കണ്ടെത്തി. ഗൂഗിൾ പേ വഴിയും ഇടനിലക്കാരൻ മുഖേനയുമാണ് പണം വാങ്ങിയത്. ഇതിലാണ് വിനോദ് കുമാറിനെതിരെ വിജിലൻസ് മേധാവി നടപടി ആവശ്യപ്പെട്ട് സർക്കാരിന് റിപ്പോർട്ട് നൽകിയത്. വകുപ്പുതല നടപടിക്കാണ് ശുപാർശ. ഇതോടൊപ്പം വിനോദ് കുമാറിന്റെ ബന്ധുക്കളെക്കുറിച്ചും വിജിലൻസ് അന്വേഷിക്കും. ബന്ധുക്കൾ വഴിയും പണം വാങ്ങിയതായി വിജിലൻസിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. വിയ്യൂർ ജയിലിലെ ഉദ്യോഗസ്ഥനാണ് ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് എന്ന വിവരവും വിജിലൻസിനുണ്ട്. അതിലേക്കും അന്വേഷണം നീളും. 12 തടവുകാരുടെ ഉറ്റവരിൽ നിന്നും പണം വാങ്ങിയതിനും വിജിലൻസിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ കൊലപാതകങ്ങളിലെയും മയക്കുമരുന്ന് കേസുകളിലെയും പ്രതികൾക്ക് ഉന്നത ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങി സഹായങ്ങൾ ചെയ്തത് വകുപ്പിന് തന്നെ നാണക്കേടാണ്. അതുകൊണ്ട് വിനോദ് കുമാറിനെതിരെ ഉടൻ നടപടിയുണ്ടാകുമെന്നാണ് സൂചന. റിപ്പോർട്ടർ, തിരുവനന്തപുരം.